തന്നെയാണേ. അപ്പോ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പാണ് ഇന്ന്, റമദാൻ 1. അപ്പൊ എന്റെ നോമ്പ് വിശേഷം എന്ന് വെച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത്, എല്ലാവരും ചോദിച്ചു നോമ്പിന് ക്ഷീണമുണ്ടോന്ന്. എനിക്ക് ക്ഷീണമൊന്നുമില്ല. പിന്നെ എന്താണെന്നറിയാം, ഒരു സങ്കടമുണ്ട്. കാരണം കടയിൽ ഉണ്ണിയപ്പം ഒന്നും മൂവിങ് ആയിട്ടില്ല. ഉച്ചയ്ക്ക് ഊണുണ്ടായിരുന്നു, അത് വെച്ചു. പക്ഷേ ഉണ്ണിയപ്പം പോയിട്ടില്ല കേട്ടോ. ഉണ്ണിയപ്പം കുറച്ച് ബാലൻസ് ആയി. ആ ഒരു സങ്കടമുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ശരിയാവുമെന്ന് വിചാരിക്കണു. പിന്നെ നോമ്പ് തുറക്കാനുള്ള സമയത്തിലാണ് എൻ്റെ മകൾ ഇരുന്ന് കഴിക്കേണ്ട. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളം കേട്ടോ, നല്ല തണുത്ത വെള്ളം, പച്ചവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ തണ്ണിമത്തനും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈന്തപ്പഴം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല. ഇനിയിപ്പോൾ സമയമായല്ലോ, സമയം നോമ്പ് ബാങ്ക് വിളിക്കുക സമയമായി. ഇനിയിപ്പോൾ അതിനു വേണ്ടി ഓടാൻ വയ്യ. അപ്പം എന്തായാലും ഇന്നത്തെ നോമ്പ് തുറ ഇങ്ങനെ പോട്ടെ അല്ലേ. അപ്പം നാളെ നമുക്ക് പിന്നെ കുറച്ചും കൂടി ഒരു ഫ്രൂട്ട്സും കൂടെ ആഡ് ആക്കാം. പിന്നെ ആപ്പിൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ കഴിക്കണില്ല. മുന്തിരി പിന്നെ പിള്ളേരൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അല്ലേ. മുന്തിരി കഴിഞ്ഞു അല്ലേ? മുന്തിരി കഴിച്ചു കഴിഞ്ഞോ? മുന്തിരി കഴിച്ചു കഴിഞ്ഞോ? ആ കുട്ടികൾ കഴിച്ചു, അത് കുഴപ്പമില്ല. അപ്പം എന്തായാലും ബാങ്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് വിളിച്ചു കേട്ടോ. ഈന്തപ്പഴം വാങ്ങിച്ചിട്ടില്ല, അപ്പം അതുകൊണ്ട് തൽക്കാലം നമ്മൾ തണ്ണിമത്തം വെച്ച് അഡ്ജസ്റ്റ് ആക്കുന്നു. അപ്പം എല്ലാവരും നോമ്പ് തുറന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം നല്ല രീതിയിൽ പോവുക. പിന്നെ നോമ്പ് എടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇനി നോമ്പെടുക്കാനുള്ള അവസരം കിട്ടട്ടെ, ആരോഗ്യം ഉണ്ടാവട്ടെ, ആയുസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു നോമ്പുതുറ വീഡിയോ ഞാൻ അവിടെ നിർത്താണ്. പിന്നെ വൈകുന്നേരത്ത് ചോറ് തന്നെയാണ് കേട്ടോ. ചോറുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്. പിന്നെ അമ്മ എവിടെയോ ഒരു പണിക്ക് പോയിണ്ടായിരുന്നേ, അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ചിക്കൻ കറി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പിന്നെ അത് മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ കാര്യം അങ്ങനെയായി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.